ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോര് കറിയാണ്. അത് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോര് കറി നമുക്ക് തണുപ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ മോര് പലർക്കും ഇഷ്ടമാണെങ്കിലും ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ പലരും മോര് കഴിക്കാൻ ഭയക്കും. അപ്പോൾ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്ന് കാണാം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പനിക്കൂർക്ക ഇല പറിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പനിക്കാപ്പിയാണ് അതിലേറ്റവും പ്രധാനം. പനിക്കാപ്പി ഉണ്ടാക്കാം. പിന്നെ പനി, ചുമ, തൊണ്ടവേദന എല്ലാത്തിനും തന്നെ നല്ലൊരു മരുന്നാണ് പനിക്കൂർക്ക. അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് ഏകദേശം ഇലകളൊക്കെ തീരാറായി. പക്ഷെ ഞാൻ വേറെ ഒടിച്ചൊടിച്ച് കുറേ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇല പറിച്ചെടുക്കാം. ഒരു തണ്ടായിട്ട് ഒടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇല എടുത്തതിന് ശേഷം ആ തണ്ടിന് മണ്ണിൽ കുഴിച്ച് വെച്ചാൽ മതി. പുതിയ ചെടി ഉണ്ടാവും. മതി, ഇത്രയും മതിയാവും. അപ്പോൾ നമുക്കിതെല്ലാം ഇനി ഒന്ന് കഴുകിയെടുക്കണം. ഒരു 5-6 ഇല പനിക്കൂർക്ക ഇല, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതൊരു സാമാന്യം ഒരു വലിയ പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ നമ്മൾ പറിച്ചെടുത്ത ഇലകൾ ഒന്ന് കഴുകിയെടുത്തു. ഒരു 5-6 ഇലയുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ടെടുത്തു. ഒരു വലിയ പച്ചമുളക്. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കീറി എടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല പുളിയുള്ള തൈര് എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തൈര്, ഉപ്പും തൈരും കൂടെ ഉള്ളത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എടുക്കാം. ഇനി ഇതിൽ നമുക്ക് പുളിയും എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാനായി ഒരല്പം പഞ്ചസാര ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഞാൻ അടുപ്പ് കത്തിച്ചു. ഇനി ഇത് വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ചൂടായാൽ മതി, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒരു പാൻ
അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിൽ നമുക്ക് കടുകിടാം. ഒരല്പം ഉലുവ കൂടണ്ട, ഒരല്പം. ഒരു വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക്, ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പനിക്കൂർക്ക ഇല ഇതുപോലെ ചെറിയ പീസുകളായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ തൈര് ചെറിയ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു തിക്നെസ് ഉണ്ട്. ഉപ്പ്, അതിൻ്റെ പുളി എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റായിട്ട് ചൂടാക്കിയാൽ മതി, ഒരുപാട് ചൂടാക്കണ്ട. ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഇപ്പോൾ തണുപ്പ് കാലത്ത് ചിലർക്കെങ്കിലും മോര് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇത് ഈ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് തൊണ്ടയ്ക്കൊക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.